റിച്ച് പേൾസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫെസ്റ്റീവ് സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കസവൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ബനാറസി പോലെ തോന്നിക്കുന്ന ബനാറസി അല്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ടിഷ്യൂ വീവിങ് വരുന്ന ബോർഡേഴ്സൊക്കെ വെച്ചിട്ടുള്ള സെറ്റുകളാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോളൊക്കെ നല്ല ലെങ്ത്തും ഒക്കെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ്. ഇതിൽ നമുക്ക് ഈ ഒരു ബോഡി പോർഷനും അതുപോലെ ഈ ഒരു പോർഷനിലൊക്കെ ഇതുപോലെ കസവ് വന്നിട്ടുള്ള സെറ്റുകളാണ്. എല്ലാം ഓരോ കളേഴ്സായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് സെറ്റ് ഈ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെറ്റ് തന്നെയാണ്. ഒക്കെ അൺസ്റ്റിച്ച്ഡ് ആണ് കേട്ടോ ഈ കളക്ഷൻസ് എല്ലാം. ഇതിലിങ്ങനെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു പാച്ചിങ് ആണ്, ഈ ഒരു കസവ് വെച്ചിട്ടുള്ള പാച്ചിങ് ആണ്. ബോൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് ഇതിലെ കട്ട് ചെയ്ത് പോകുമ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ ഈ ഒരു കസവ് കാണുന്ന പോലെയാണ് വരുന്നത് കേട്ടോ. ഷോള് ഇതേ ഫാബ്രിക് തന്നെ, ഫാബ്രിക് ശരിക്കും ഒരു ജംദാനി സിൽക്ക് പോലെ, പക്ഷെ അതിൻ്റെ റെപ്ലിക്കാണ്. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പേഴ്സണലി നമുക്ക് നല്ല കംഫർട്ടബിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകൾ. ഷോളിൻ്റെ ഈ ഒരു വൺ സൈഡ് ചെറിയ ബോർഡേഴ്സും ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് വീതിയുള്ള ബോർഡേഴ്സാണ് വരുന്നത്. ലോവർ എൻഡിൽ ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ ടാസൽസ് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ബോട്ടം പീസ് വരുന്നത് ഇതിൽ സോഫ്റ്റ് ഷാൻഡൂണാണ് കേട്ടോ. ഈ ഒരു സെറ്റിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് വരുന്നത്. ഓൺലി 1250 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. ഇതുപോലെ ചെസ്റ്റ് പോർഷനിൽ ഈ ഒരു കസവിൻ്റെ പാച്ചിങ് ആണ് വരുന്നത്. ബോൾസ് വരുന്നുണ്ട്. ഷോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോളാണ്. നല്ല ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു മൾട്ടിപർപ്പസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ദാവണി പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോളാണ്. വൺ സൈഡ് ചെറിയൊരു ബോർഡറും ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നല്ല ലെങ്ത് ഉണ്ട്. രണ്ട് സൈഡിലും ഈ ഒരു ബോർഡേഴ്സ് വരുന്ന ഇതുപോലെ ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോളാണ്. ബോട്ടം പീസ് വരുന്നത് സോഫ്റ്റ് ഷാൻഡൂൺ. നെക്സ്റ്റ് സെറ്റ് നല്ലൊരു മെഹന്തി ഗ്രീനിൽ വരുന്ന സെറ്റ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതുപോലെ ഈ ഒരു കസവ് പാച്ചിങ് ചെസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്. ഷോള് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. 2.5 മീറ്റേഴ്സ് നന്നായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഷോളാണ്. ബോട്ടം വരുന്നത് സോഫ്റ്റ് ഷാൻഡൂൺ. നെക്സ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് ആണ് കേട്ടോ. ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്ന സെറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡേഴ്സ് വെച്ചിട്ടുള്ള പാച്ചിങ് ആണ്. ഷോൾ വരുന്നത് ഇങ്ങനെ കേട്ടോ. ത്രൂ ഔട്ട് ആ ഒരു നമുക്ക് കസവ് വരുന്നുണ്ട്, ടാസൽസ് വരുന്നുണ്ട്. ഒരു ജംദാനി ഫാബ്രിക് പോലെ ഇങ്ങനെ നന്നായി ചേർന്ന് കിടക്കുന്ന ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ്. കണ്ടില്ലേ, സുഖമായിട്ട് ചേർന്ന് കിടക്കുന്ന ഫാബ്രിക്കാണ്. സോഫ്റ്റ് ഷാൻഡൂണിൽ വരുന്ന ബോട്ടം. ഇതിങ്ങനെ സെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ വ്യൂ വരുന്നത്. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ പാച്ചിങ്ങും ഇങ്ങനെ രണ്ട് ബോർഡേഴ്സാണ് വരുന്നത്. ഒരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡേഴ്സും ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ വീതി കൂടിയ ബോർഡേഴ്സുമാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡിൽ മാത്രം ബോർഡർ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത വ്യൂ. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ, നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് എല്ലാം. ഇതുപോലെ ഷോളൊക്കെ നല്ല ലെങ്ത്തിൽ വരുന്ന ഷോള് വിത്ത് സോഫ്റ്റ് ഷാൻഡൂൺ ബോട്ടം. ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള ലാസ്റ്റ് സെറ്റ് കേട്ടോ. ചില്ലി റെഡ് ഷെയ്ഡിൽ വരുന്ന സെറ്റാണ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സായിരുന്നു. നമ്മൾ കണ്ടത് ഒരു ജംദാനി പോലെ ഒരു സിൽക്ക് ഫാബ്രിക്കാണ്. വളരെ റീസണബിൾ പ്രൈസിൽ വന്നിട്ടുള്ള ഒരു സെറ്റുകളാണ്. നമുക്ക് ഈ ഓണം പോലെയുള്ള കോണ്ടെക്സ്റ്റിലൊക്കെ സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ്. ഇതിൻ്റെ ഷോളും നല്ല ലെങ്ത് ഉണ്ട്. എല്ലാത്തിൻ്റെയും ഷോള് 2.5, ആ ടാസൽസ് അടക്കം വരുമ്പോൾ 2.6 ഒക്കെ ലെങ്ത്ത് വരുന്ന ഷോളുകളാണ്. നമുക്ക് ഇതുപോലെയുള്ള ഫെസ്റ്റീവ് സീസൺസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകൾ. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ചിട്ട് കുറേ ഇങ്ങനെ ഫേക്ക് ചാനൽസ് ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ UPI നമ്പർ അടിക്കുമ്പോൾ റിച്ച് പേൾസ് തന്നെ പേര് വരും. റിച്ച് പേൾസ് വിമൻ ആറ്റെയർ എന്നുള്ള പേര് വരും. അത് ശ്രദ്ധിക്കുക. ഫേക്ക് അക്കൗണ്ടിലൊന്നും പോയി പൈസ പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.